പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വിനായകന് അവിടെ കയറേണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഷൂട്ടും ഈ പറഞ്ഞ പോലെ ഒരു പോലീസ് വേഷവും കാണുന്നത്. ആ പോലീസ് വേഷത്തിലേക്ക് എത്തിയപ്പോൾ വിനായകൻ്റെ ഒരു എന്താ ഫീൽ എന്തായിരുന്നു? ദിനുവിനെ ശരിക്കും അറിയാം. ഇവിടെയാണ് വിനായകന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ചോദിച്ചു തുടങ്ങുന്നത്. അവിടം കൊണ്ട് തന്നെയാണ് വിനായകൻ മറുപടിയും കൊടുത്തു തുടങ്ങുന്നത്. എന്തിനാണ് സിനിമയുടെ ഒരു ഇന്റർവ്യൂവിനോട് വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി സംസാരിക്കുന്നത്? അത് അവിടെ കഴിഞ്ഞ കാര്യമാണ്. ആ സമയത്ത് അയാൾക്ക് എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു കാര്യം അയാൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു. അയാൾ പറഞ്ഞ എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് പബ്ലിക്കിനിടയിൽ വരാത്തത്? എനിക്ക് ഒരു പ്രൈവസി, എനിക്ക് ഒരുപാട് താല്പര്യമുള്ളത് കൊണ്ടൊന്നുമല്ല. എനിക്ക് ഈ പറയുന്ന ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നതും എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്, സെൽഫി എടുക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്, ഇൻ്റർവ്യൂസിന് വരുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു 10 പേര് എന്നെ തോണ്ടി പല ചോദ്യങ്ങൾ ചോദിക്കും. അതൊരു പക്ഷെ നല്ല രീതിയിലാവാം, അല്ലെങ്കിൽ മോശമായിട്ടാവാം. ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട രീതി അറിയില്ല. അത് എൻ്റെ തെറ്റ് തന്നെയാണ്. അതിന് ഞാൻ ആരോടും